അമേരിക്കയുടെ മുന്നറിയിപ്പിന് മറുപടിയുമായ ആയത്തുള്ള അലി ഖമേനി യുദ്ധം ആരംഭിച്ചു, ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇസ്രയേലിനെ തകർക്കണം എന്നതിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്നും ഖമേനി. അമേരിക്കയുടെ ബങ്കർ മസ്റ്ററിംഗ് ബോംബുകൾ ഇസ്രയേൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇറാന്റെ ഭൂഗർഭ കേന്ദ്രങ്ങളാണ് ഇസ്രയേൽ ലക്ഷ്യമിട്ടിരിക്കുന്നത്. വൈറ്റ് ഹൌസിൽ അടിയന്തര യോഗം ചേർന്നിട്ടുണ്ട്. ഇസ്രയേലിന് രഹസ്യവിവരങ്ങൾ കൈമാറിയെന്ന ഇറാൻ ആരോപണം നിഷേധിക്കുന്നുണ്ട്. ഇതിനിടെ വാട്സ്ആപ്പ്, ഇറാന്റെ ഔദ്യോഗിക ചാനലാണ് ഇത്തരത്തിൽ തെറ്റായ വിവരം പ്രചരിപ്പിച്ചത്. നിരവധി സാമൂഹ്യ മാധ്യമങ്ങളെ ഇറാനിൽ വിലക്കിയിട്ടുമുണ്ട്. വിവരങ്ങളുമായി ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ള ചേരുന്നുണ്ട്. പ്രദീപ് പിള്ള, ഇറാൻ സമാധാനവുമായി മുന്നോട്ട് പോകും, അതിന് അമേരിക്കയുടെ മധ്യസ്ഥം വഹിക്കാമോ എന്ന രീതിയിലൊക്കെ പ്രതികരണം നടത്തി. ഇതിനിടെ ഇസ്രയേൽ കടുത്ത ആക്രമണം തുടരുകയാണ്. ഈ എണ്ണപ്പാടങ്ങളൊക്കെ നിന്ന് കത്തുന്നു എന്ന വിവരമാണ് പുറത്തു വന്നത്. വിശദാംശങ്ങൾ. ഇല്ലാത്ത ആക്രമണം തന്നെയാണ് ഇസ്രയേൽ അയച്ചു വിട്ടിരിക്കുന്നത്. നമുക്കറിയാം, ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ഇറാനിൽ, പ്രത്യേകിച്ച് ടെഹ്റാനിൽ കടുത്ത ആക്രമണമാണ് ഇസ്രയേൽ അയച്ചുവിട്ടത്. ഉഗ്ര സ്ഫോടനങ്ങൾ തുടരെ സംഭവിക്കുന്ന കാഴ്ചകൾ കാണാമായിരുന്നു. അപായ സൂചന നൽകി സൈറനുകൾ മുഴങ്ങുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. ഇറാനിലെ എണ്ണപ്പാടങ്ങൾ കൃത്യമായി ലക്ഷ്യമിടുകയായിരുന്നു ഇസ്രായേൽ സൈന്യം. ബുഷർ പ്രവിശ്യയിലെ പാസ് റിഫൈനറിയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഏറ്റവും കടുത്ത ആക്രമണം ഉണ്ടായത്. ഡ്രോണുകളും മിസൈലുകളും പറന്നിറങ്ങുകയായിരുന്നു ഈ റിഫൈനറിയിലേക്ക്. ഒരു അർത്ഥത്തിൽ ആകാശത്ത് തീമഴയും ഈ റിഫൈനറിയിൽ എണ്ണപ്പാടങ്ങളിൽ തീ പിടിച്ച ദൃശ്യങ്ങളുമാണ് കാണാൻ കഴിയുന്നത്. ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത ആക്രമണം തന്നെയാണ് ഇസ്രയേൽ നടക്കുന്നത്. ഇതിനിടയ്ക്ക് തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ആയത്തുള്ള ഖമേനിയുടേതായി പുറത്തു വന്ന ഒരു പ്രസ്താവനയാണെങ്കിൽ സയനിസ്റ്റ് റെജീമിനെ, ഇസ്രയേലിനെ തുടച്ചു നീക്കും, ഇസ്രയേലിനെ ഇല്ലാതാക്കും, തിരിച്ചടിക്കും എന്നുള്ള അവകാശവാദങ്ങളും വരുന്നുണ്ട്. രാഖി, പ്രദീപ് പിള്ള, ഇതിനിടെ നമുക്ക് ചോദിക്കേണ്ട ഒരു പ്രധാന ചോദ്യമുണ്ട്. ലോകം ഉറ്റുനോക്കുന്ന ചോദ്യം കൂടിയാണ്. ഈ ആയത്തുള്ള അലി ഖമേനി ഇപ്പോൾ എവിടെയായിരിക്കും? ബങ്കറിനുള്ളിൽ തന്നെ ആയിരിക്കുമോ? ആയത്തുള്ള ഖമേനി എവിടെ എന്നുള്ള ചോദ്യം ആദ്യം ഉയർത്തിയത് ഇറാനിലെ തന്നെ കിരീടാവകാശിയാണ്. അദ്ദേഹം പറഞ്ഞത് മാളത്തിലൊളിച്ച എലി, ഇങ്ങനെയാണ് അദ്ദേഹം പരിഹാസ രൂപേണ വിശേഷിപ്പിച്ചത് ആയത്തുള്ള ഖമേനിക്ക് ഇറാന്റെ ഭരണത്തിന്മേലുള്ള സർവ്വ നിയന്ത്രണവും നഷ്ടമായിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. മാളത്തിലൊളിച്ച എലി, ഭീരുവിനെ പോലെ മാളത്തിലൊളിച്ച എലി കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചു തീർച്ചയായിട്ടും ബങ്കറിൽ അദ്ദേഹത്തെ ഒളിപ്പിച്ചിരിക്കാം. അത് സുരക്ഷാ കേന്ദ്രത്തിലേക്ക് മാറ്റി എന്നായിരുന്നു ആദ്യം വന്ന റിപ്പോർട്ടുകൾ. അതിനെ തുടർന്ന് അതീവ സുരക്ഷാ പ്രദേശത്തേക്ക് മാറ്റി എന്ന് വേണം കരുതാൻ. ഭൂഗർഭ അറയിലായിരിക്കണം. വളരെ ശാസ്ത്രീയമായി നിർമ്മിച്ച ബങ്കറുകൾക്കുള്ളിൽ, അതായത് സാധാരണഗതിയിൽ ഒരു മിസൈലിനോ ബോംബിനോ തകർക്കാൻ കഴിയാത്ത സുരക്ഷാ സംവിധാനമുള്ള ബങ്കറിനുള്ളിലാണ് ഖമേനി എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. അതിനു പുറമെയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കഴിഞ്ഞ ദിവസത്തെ ട്വീറ്റ് പുറത്തു വന്നത്. ദ സോ കോൾ സുപ്രീം ലീഡർ എന്ന പരിഹാസ രൂപേണയാണ് ഡൊണാൾഡ് ട്രംപും പറഞ്ഞത്. പരമോന്നത നേതാവ് എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ പരമോന്നത നേതാവ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആയത്തുള്ള ഖമേനി എവിടെയാണ് എന്ന് ഞങ്ങൾക്ക് അറിയാം. തൽക്കാലം അദ്ദേഹം സുരക്ഷിതനാണ്. അദ്ദേഹത്തെ വധിക്കാൻ ഉദ്ദേശ്യം ഇല്ല, അറ്റ്ലീസ്റ്റ് ഫോർ നൗ എന്നാണ്. എന്നാൽ തൽക്കാലം ഖമേനിയെ ലക്ഷ്യം വയ്ക്കാൻ ഉദ്ദേശമില്ല. പക്ഷെ അദ്ദേഹം വളരെ അനായാസം ലക്ഷ്യം വയ്ക്കാവുന്ന ടാർഗറ്റാണ്. ഈസി ടാർഗറ്റ് ഫോർ അസ് എന്നായിരുന്നു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ട്വീറ്റ്. ഇതിന് പുറമെയാണ് ഇസ്രയേൽ പറയുന്നത് ഖമേനിയെ തുടച്ചു നീക്കാൻ, അല്ലെങ്കിൽ ഖമേനിയെ ഇല്ലാതാക്കാൻ ഇസ്രയേൽ തീരുമാനിച്ചിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലൊരു ആലോചനയോ ചർച്ചയോ നടന്നിരുന്നു. അത് ഡൊണാൾഡ് ട്രംപ് വിലക്കി എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. രാഖി, ഒരുപക്ഷെ ഈ ഭൂഗർഭ അറയിൽ ഒളിച്ചിരിക്കുന്ന ഖമേനിയെ കൂടി ലക്ഷ്യമിട്ടാണോ നേരത്തെ പറഞ്ഞ പോലെ US നിന്ന് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ആവശ്യപ്പെട്ടത് എന്നും സംശയിക്കണം. അതിന് പുറമെയാണ് മറ്റൊരു വിവരം പുറത്തു വരുന്നത്. US-ന്റെ ആണവ കേന്ദ്രങ്ങളുടെ, ആണവ ശേഷിയുടെ സുപ്രധാന നിർണായക ഭാഗങ്ങൾ, വളരെ സെൻസിറ്റീവായിട്ടുള്ള ഭാഗങ്ങൾ ഭൂമിക്ക് അടിയിലാണ്. അത് ലക്ഷ്യമിടാനാണോ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ആവശ്യപ്പെട്ടത് എന്നുള്ള ചില വിലയിരുത്തലുകളുണ്ട്. പക്ഷേ ഒരു ആണവ കേന്ദ്രം അപ്പാടെ നേരിട്ട് ആക്രമിച്ച് ആണവ ലീക്ക് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അപകടകരമായ സ്ഥിതി ഉണ്ടാക്കാൻ ഇസ്രയേൽ തുനിയും എന്ന് കരുതുന്നില്ല. എന്തായാലും
14,000 കിലോയുള്ള മാസീവ് ഓർഡിനൻസ് പെനിട്രേറ്റർ എന്ന് അറിയപ്പെടുന്നത്, അതല്ലെങ്കിൽ GBU 57AB എന്ന് പറയുന്നതാണ് US സൈന്യത്തിന്റെ ഏറ്റവും കരുത്തുറ്റ ആണവേതരമായ ബങ്കർ ബസ്റ്റർ ബോംബ്. ബങ്കറുകൾ തകർക്കാൻ ശേഷിയുള്ള ബങ്കർ ബസ്റ്റർ ബോംബ് ഒരു പക്ഷേ എല്ലാ അർത്ഥത്തിലും ഇറാനെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി സൈനികമായി ഇനി ഈ ഒരു വെല്ലുവിളി ഉണ്ടാവരുത്, ഇനിയൊരു ഭീഷണി ആവരുത് എന്ന ലക്ഷ്യത്തോടെ ആവാം ആകാശത്തും കരയിലും കടലിലും നടത്തിയ ആക്രമണങ്ങൾക്ക് പുറമെ ബങ്കർ തകർക്കാൻ ഉദ്ദേശിച്ചുള്ള ബങ്കർ ബസ്റ്റർ ബോംബ് US നിന്ന് ഇസ്രയേൽ ആവശ്യപ്പെട്ടിരിക്കും. എന്തായാലും യുദ്ധം അതിന്റെ ഒരു നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് പറയാൻ കാര്യം നേരിട്ട് ഇറങ്ങും എന്നുള്ള സൂചനകൾ നൽകുകയാണ് US. വളരെ വ്യക്തമായി ഡൊണാൾഡ് ട്രംപ് നേരിട്ട് തന്നെ കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു. ആദ്യം ഖമനേയിയോടും പിന്നീട് ഇറാനോടും ആവശ്യപ്പെട്ടത് കംപ്ലീറ്റ് സറണ്ടർ എന്നാണ്, നിരുപാധികം കീഴടങ്ങുക എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനൊപ്പമാണ് നമ്മൾ കാണുന്ന മറ്റൊരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇറാന്റെ കിരീടാവകാശി റസ പഹ്ലാവി രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം വളരെ വ്യക്തമായ ഒരു പ്ലാനാണ് ഈ ഖമേനിയെ മാളത്തിലൊളിച്ച എലിയെന്നും ഇറാനെ നശിപ്പിച്ച നേതാവെന്നും ഈ ഖമേനിയുടെ യുദ്ധക്കൊതിക്ക് ഇരയായി പൊലിഞ്ഞത് ആയിരക്കണക്കിന് ജീവനുകളാണ് എന്നും വിമർശിച്ച ഖമേനി ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് വിരൽ ചൂണ്ടി പറയുന്നത് ഖമേനിക്ക് ഇറാനിന് മേലുള്ള നിയന്ത്രണം പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർ ഉപയോഗിച്ചിട്ടുള്ള ഈ മത നേതാവിന്റെ ഭരണം, ഏകാധിപത്യ ഭരണം അവസാനിക്കാറായിരിക്കുന്നു എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഈ കിരീടാവകാശി ജനങ്ങൾക്ക് മുന്നിൽ ഒരു ആഹ്വാനം മുന്നോട്ട് വച്ചിരിക്കും. നമുക്ക് ഒന്നിച്ചു നീങ്ങാം, എന്നോടൊപ്പം നിൽക്കൂ, നമുക്ക് ഇറാനെ പുരോഗതിയിലേക്ക് നയിക്കാം, ഇറാനെ ഈ ഭരണകൂടത്തിൽ നിന്ന് രക്ഷിക്കാം. ഭാവിയിൽ ഒരു ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ എന്ന വാക്കുകൾ തന്നെയാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന ജനങ്ങളുടേതായ ജനാധിപത്യ ഭരണകൂടം നമുക്കിവിടെ സ്ഥാപിക്കാം, അതിനൊന്നിച്ചു നിൽക്കൂ. അതിന് അദ്ദേഹം ഒരു ആക്ഷൻ പ്ലാൻ പോലും മുന്നോട്ട് വയ്ക്കുന്നു. 100 ദിവസം, ആദ്യത്തെ 100 ദിവസം ഈ ഭരണകൂടത്തിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിച്ചാൽ ആദ്യത്തെ 100 ദിവസം എന്ത് ചെയ്യണം, അതിനുശേഷം ഭരണ കൈമാറ്റത്തിന് എന്ത് ചെയ്യണം, അതിനുശേഷം ഇറാനെ പുനർനിർമ്മിക്കാനായിട്ടുള്ള പദ്ധതികൾ എന്തൊക്കെയാണ് എന്ന വിശദമായ ഒരു രൂപരേഖ, ഒരു കർമ്മ പദ്ധതിയാണ് റസ പഹ്ലാവി മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ US-ന്റെ ഈ സമ്മർദ്ദത്തിന്റെ ഒരു ലക്ഷ്യം പോലും ഇതാവാം. തൽക്കാലം നേരിട്ടുള്ള സൈനിക ഇടപെടൽ ഉണ്ടാവാതെ അവിടെ തന്നെ ഒരു അട്ടിമറിയോ ഒരു കലാപമോ അതല്ലെങ്കിൽ ഒരു ഭരണവിരുദ്ധ പ്രക്ഷോഭമോ ഉണ്ടായി നിലവിലുള്ള ഭരണകൂടത്തെ താഴെ ഇറക്കുകയും ഒരു ജനാധിപത്യ സർക്കാർ അവിടെ സ്വാഭാവികമായി രൂപം കൊള്ളുന്നത് വരെ കാവലാളായി നിൽക്കുന്ന ഒരു സ്ഥിരം US ഫോർമുല പ്രയോഗിക്കാനാവും. പക്ഷേ സൈനികമായി US അവിടേക്ക് നീങ്ങിക്കഴിഞ്ഞു. അതായത് പശ്ചിമേഷ്യക്ക് സമീപമുള്ള എല്ലാ താവളങ്ങളിലും യൂറോപ്പിലും പരിസര പ്രദേശങ്ങളിലുമുള്ള US-ന്റെ വ്യോമ സൈനിക താവളങ്ങളെല്ലാം സർവ്വസജ്ജമായി കഴിഞ്ഞു. കഴിഞ്ഞ 2 മാസങ്ങൾ കൊണ്ട് ഒട്ടനവധി US ബോംബറുകൾ, ഫൈറ്റർ ജെറ്റുകൾ അവിടെ നിലയുറപ്പിച്ചു കഴിഞ്ഞു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ US-ന്റെ വിമാനവാഹിനി കപ്പലുകളും യുദ്ധവിമാനങ്ങളിൽ ഇന്ധനം നിറയ്ക്കാനുള്ള ടാങ്കർ വിമാനങ്ങളും യൂറോപ്പിന് അടുത്തേക്ക് പശ്ചിമേഷ്യക്ക് സമീപത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. അപ്പോൾ 2 തരത്തിൽ ഇതിനെ കാണണം. ഒന്ന്, വേണ്ടി വന്നാൽ സൈനികമായി ഇടപെടാൻ സജ്ജരാവുക, സൈന്യത്തെ ഡിപ്ലോയ് ചെയ്യുക, യുദ്ധവിമാനങ്ങൾ നിലയുറപ്പിക്കുക. 2, ഈ സമ്മർദ്ദം, അതായത് ഇനി രക്ഷയില്ല എന്നുള്ളൊരു സന്ദേശം ഇറാന് നൽകുക, ഇറാന്റെ നിലവിലുള്ള ഭരണകൂടത്തിന്, ആയത്തുള്ള ഖമനയി നയിക്കുന്ന ഭരണകൂടത്തിന് നൽകുക. നിങ്ങൾ കീഴടങ്ങുക അല്ലെങ്കിൽ ഒഴിഞ്ഞു പോവുക, അല്ലാതെ മറ്റു മാർഗമില്ല എന്നുള്ള ശക്തമായ സന്ദേശം നൽകുക. 3, ഇറാനിലെ ജനതയോടുള്ളൊരു ആഹ്വാനം കൂടിയാണ്. ഈ ഭരണത്തിന് പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു, ഈ ഭരണം പരാജയപ്പെട്ടിരിക്കുന്നു, ഇവർക്കിനി ഇവിടെ നിയന്ത്രണം ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ ഒരു പീപ്പിൾസ് അപ്രൈസിംഗ്, ഒരു ജനകീയ പ്രക്ഷോഭത്തിന്, ഒരു മൂവ്മെന്റിന്, ഒരു പ്രസ്ഥാനത്തിന് തിരികൊളുത്തുക എന്നുള്ള ഉദ്ദേശം കൂടി ഇതിനുണ്ടാവാം. എന്തായാലും ഈ വരുന്ന മണിക്കൂറുകൾ, ഇനിയുള്ള അടുത്തുള്ള 1-2 ദിവസങ്ങൾ വളരെ നിർണായകമാകും. ഇസ്രയേലിന്റെ അവകാശവാദം അനുസരിച്ചാണെങ്കിൽ 2 ആഴ്ച കൊണ്ട് സൈനിക നടപടി ലക്ഷ്യം കാണും എന്നാണ് പറയുന്നത്. പക്ഷെ പൂർണ്ണമായും
അങ്ങനെ തച്ചുടച്ചുകൊണ്ടുള്ള ആധിപത്യത്തിന് ഇപ്പോൾ ഇസ്രയേലിന് കഴിയുമോ എന്നുള്ളതും ആലോചിക്കണം. കാര്യം കഴിയുന്ന രീതിയിൽ ഇറാനും തിരിച്ചടിക്കുന്നുണ്ട്. അപ്പോൾ ഇരു കൂട്ടർക്കും ജനങ്ങൾക്ക്, സാധാരണ ജനങ്ങൾക്ക്, സിവിലിയൻ ജനതയ്ക്ക് ഇനി പരിക്കേൽക്കുന്ന രീതിയിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമവുമായി അറബ് രാജ്യങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷെ ആ സമാധാന ശ്രമങ്ങൾ തുടങ്ങിയ ശേഷമാണ് ആയത്തുള്ള ഖമനീയുടേതായിട്ടുള്ള പ്രസ്താവന പുറത്തു വന്നത്. ഈ സയനിസ്റ്റ് ഭരണകൂടത്തെ തുടച്ചു നീക്കും, ഇസ്രയേലിനെ ഇല്ലാതാക്കും എന്നൊക്കെയുള്ളത്. സ്വാഭാവികമായിട്ടും സ്വന്തം ജനതയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് അവകാശവാദവുമായി മാത്രമേ ഇതിനെ ഇപ്പോൾ കാണാൻ കഴിയൂ. വരും മണിക്കൂറുകളും വരും ദിവസങ്ങളും നിർണായകമാണ്. രാഖി, ശ്രീ പ്രദീപ് പറഞ്ഞതുപോലെ ഖമേനി ബങ്കറിനുള്ളിൽ നിന്നാണെങ്കിൽ പോലും ഭീഷണികളൊക്കെയായി ലോകത്തെ ബോധിപ്പിക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. ഇതിനിടെയാണ് അമേരിക്കയോട് ബങ്കർ മസ്റ്ററിംഗ് ബോംബുകൾ ഇസ്രയേൽ ആവശ്യപ്പെട്ടതും. ഇറാന്റെ ഭൂഗർഭ കേന്ദ്രങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്രയേൽ ലക്ഷ്യമിട്ടു എന്നുള്ളത് വളരെ വ്യക്തവുമാണ്. ഇതിനിടയിൽ വൈറ്റ് ഹൗസിൽ ഒരു അടിയന്തര യോഗവും ചേർന്നു എന്ന വിവരം കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ യോഗത്തിന്റെയൊക്കെ കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറിൽ പുറത്തു വരും. ഈ വിവരങ്ങളിൽ നിന്നൊക്കെ എന്തായിരിക്കും വരും മണിക്കൂറുകളിലുള്ള നിർണായക നീക്കങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ? തീർച്ചയായിട്ടും രാഖി, ഇതിനിടെ ഉണ്ടായ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഈ ആയത്തുള്ള ഖമൈനി അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ അധികാരം, അതല്ലെന്നുണ്ടെങ്കിൽ വേണ്ട രീതിയിൽ ഇടപെടാൻ ഉള്ള നിർണായക അധികാരങ്ങൾ ഇറാൻ സൈന്യത്തിന്റെ സുപ്രീം കൗൺസിലിന്, അതായത് ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോറിന് നൽകി അല്ലെങ്കിൽ കൈമാറി എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്ത് വരുന്ന വിവരം. ഇത് ഖമനയി ഭൂമിക്കടിയിൽ അല്ലെങ്കിൽ ബങ്കറിലേക്ക് മാറി ഇത് വടക്കു കിഴക്കൻ ടെഹ്റാനിൽ അദ്ദേഹത്തിന്റെ അടുത്ത കുടുംബാംഗങ്ങളോടൊപ്പം, മകൻ മജ്താബ അടക്കമുള്ള കുടുംബാംഗങ്ങളോടൊപ്പം ടെഹ്റാന്റെ വടക്ക് കിഴക്കൻ ഭാഗത്തുള്ള ബങ്കറിനുള്ളിലേക്ക് അദ്ദേഹത്തെ നീക്കി, അദ്ദേഹത്തെ മാറ്റി സുരക്ഷിതനാക്കി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ആ മാറ്റത്തിനിടയിലാണ് നിർണായക തീരുമാനം എടുക്കാനുള്ള, അതായത് സൈനികമായി